ലാസ്റ്റ് മൊഡ്യൂള് ബഡ്ജറ്ററി കൺട്രോള്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലാസ്റ്റ് മൊഡ്യൂളാണ്, ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ളതാണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ എ ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡ്. ഫ്യൂച്ചർ പീരീഡിലേക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാന് അണ്ടർടേക്കൺ ചെയ്യുന്നതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് പ്ലാൻ റിലേറ്റിംഗ് ടു ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈം. ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്ലാനിങ്, ഫ്യൂച്ചർ പീരീഡിലേക്കുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള പ്ലാൻസിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് വാട്ട് ഈസ് കോൾഡ് ആസ് എ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ ഫീച്ചേഴ്സ് ഓഫ് എ ബഡ്ജറ്റ്. ബഡ്ജറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലാണ്, അത് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യലായിട്ട് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ക്വാണ്ടിറ്റേറ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡ്. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഫ്യൂച്ചർ പീരീഡിലേക്ക് വേണ്ടിയിട്ടാണ്. ഫ്യൂച്ചർ ഫോർ എ 1 year, for a 2 year. It should be prepared for a particular period. Then it is prepared in advance for the definite period. ഇത് മുൻകൂട്ടി പ്രീ പ്ലാൻഡ് ആയിട്ട് തറോ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് വാട്ട് ഈസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. then it is attain to given the objectives. ഇറ്റ് ഈസ് ടു അറ്റൈൻ എ ഗിവൺ ഒബ്ജക്റ്റീവ്. ഒരു ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ദി മാനേജ്മെൻറ്റ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ. ഈ ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് അപ്രൂവ് ചെയ്യും ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ. സോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് പ്ലാൻ റിലേറ്റിംഗ് ടു എ ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈം. സോ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. ബഡ്ജറ്ററി കൺട്രോൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ബഡ്ജറ്ററി കൺട്രോൾ. കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് കൺട്രോളിങ് ദി ആക്ടിവിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബഡ്ജറ്റ്. ഒരു ബഡ്ജറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്കറിയാം ഓരോ വർഷവും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലേ, ബഡ്ജറ്റ് വായിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഓർഗനൈസേഷനും അതിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് കൺട്രോൾ ചെയ്യുന്ന, മിനിമൈസ് ദ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബഡ്ജറ്ററി കൺട്രോൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് ദ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദി ബഡ്ജറ്ററി പെർഫോമൻസ്. എത്രത്തോളം ബഡ്ജറ്റിൽ പ്രിപ്പയർ ചെയ്തതുപോലെ തന്നെയാണോ ആക്ച്വലി നടന്നിട്ടുള്ളത് എന്നുള്ളത് കമ്പാരിസൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബഡ്ജറ്ററി കൺട്രോൾ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ കൺട്രോളിങ് ടെക്നിക്കാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. ആക്ച്വൽ പെർഫോമൻസും ബഡ്ജറ്ററി പെർഫോമൻസും തമ്മിൽ കമ്പാരിസൺ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബഡ്ജറ്ററി കൺട്രോൾ നടത്തുന്നത്. ഇനി ബഡ്ജറ്ററി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ്. The first one is that planning എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഈസ് എ പ്ലാൻ ഓഫ് ദ പോളിസി ടു ബി പെർസ്യൂഡ് ഡ്യൂറിങ് എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പീരീഡിലേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നതാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. അതിന് വേണ്ടിയിട്ടാണ് ബഡ്ജറ്റ് ചെയ്യുന്നത്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്ററി കൺട്രോൾ കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് കോമൺ ഒബ്ജക്റ്റീവ്സ്. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ, കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷനെ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനെ, ഓർഗനൈസേഷനെ, ഡിപ്പാർട്ട്മെൻറ്റിനെ എല്ലാത്തിനെയും കൂടി കോർഡിനേറ്റ് ചെയ്യുന്നതിനെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോ കോർഡിനേഷൻ ഈസ് ദി ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഓഫ് ദി ബഡ്ജറ്ററി കൺട്രോൾ. ദെൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അനദർ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ദി ബഡ്ജറ്ററി കൺട്രോളാണ്. വാട്ട് ഈസ് ബഡ്ജറ്ററി കൺട്രോളാണ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് കൺട്രോൾ അച്ചീവ് ചെയ്യുന്നത് കണ്ടിന്യൂസ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദി സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. എത്രത്തോളം ബഡ്ജറ്റിലെ പെർഫോമൻസും ആക്ച്വലായിട്ട് വർക്ക് ചെയ്യുന്നതും തമ്മിൽ എത്രത്തോളം കറക്റ്റാണ് എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബഡ്ജറ്റ് കമ്മ്യൂണിക്കേറ്റ് ദി എന്തൊക്കെയാണ് ഈ പ്ലാൻസ് എടുത്തത്, എന്തൊക്കെയാണ് ഓർഗനൈസേഷണൽ ഗോൾസ്, എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ മാത്രമേ എല്ലാവർക്കും എംപ്ലോയീസിനൊക്കെ നല്ല രീതിയിൽ റെസ്പോൺസിബിലിറ്റിയോട് കൂടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ബഡ്ജറ്റ് മോട്ടിവേറ്റ് ചെയ്യുന്ന എംപ്ലോയീസിനെ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് സഹായകമാകുന്നുണ്ട് മോട്ടിവേഷൻ. ദാറ്റ് ഈസ് ബഡ്ജറ്ററി കൺട്രോൾ മോട്ടിവേഷൻ നൽകുന്നുണ്ട്. മോട്ടിവേഷൻ നൽകുന്ന ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ എംപ്ലോയീസിനെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ പ്രിസ്ക്രൈബ്ഡ് ഒബ്ജക്റ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ അവർ
അവർക്ക് എന്ത് കിട്ടും? അവരെ മോട്ടിവേറ്റഡ് ആവുകയും അവർ സ്വയം എന്ത് ചെയ്യാണ്, മോട്ടിവേഷൻ കിട്ടുന്നതോടൊപ്പം തന്നെ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഫീലിംഗ് കിട്ടും. ദെൻ അനദർ വൺ ഈസ് ദ ഡെലിഗേഷൻ. ബഡ്ജറ്ററി കൺട്രോൾ എയിം ചെയ്യുന്നത് ഡെലിഗേറ്റ് ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഡെലിഗേറ്റ് ചെയ്യുന്നുണ്ട് എന്തിലൂടെ? ബഡ്ജറ്റിലൂടെ. ഓരോ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിന് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഡെലിഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പ്ലാനിങ് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. കോർഡിനേറ്റ് ദ വേരിയസ് ആക്ടിവിറ്റീസ്, കൺട്രോൾ ആക്ച്വൽ പെർഫോമൻസും ബഡ്ജറ്റ് പെർഫോമൻസും തമ്മിൽ കമ്പാരിസൺ നടത്തുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ബഡ്ജറ്റ് കൺട്രോൾ എല്ലാ എംപ്ലോയീസിനും അവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് മോട്ടിവേഷൻ. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ടു ഡെലിഗേറ്റ് ദി അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ദെൻ ഇനി എസെൻഷ്യൽസ് ഓഫ് എ സക്സസ്ഫുൾ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം. ബഡ്ജറ്റ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എസെൻഷ്യൽസ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് സപ്പോർട്ട് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ്. എസെൻഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് നിർബന്ധമാണ്. ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം സക്സസ് ആവുന്നതിന് വേണ്ടിയിട്ട് എല്ലാ എംപ്ലോയീസും ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് നിർബന്ധമാണ്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് എക്സിക്യൂട്ടീവ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ, അതായത് അവരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുമ്പോൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ പാർട്ടിസിപ്പേഷന് എക്സിക്യൂട്ടീവ്സ് എല്ലാ എംപ്ലോയീസും ഉണ്ടാകുമ്പോൾ അവർക്ക് ടാർഗറ്റ് മനസ്സിലാവുകയും അവർ നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ക്ലിയർ ഓർഗനൈസേഷൻ ഗോള്. ഓർഗനൈസേഷൻ്റെ ഗോൾ എന്തായിരിക്കണം? ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം. ദെൻ ആക്യുറേറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷന്. ഇതിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ഇൻഫർമേഷൻസ് ആക്യുറേറ്റ് ആയിരിക്കണം, അത് കറക്റ്റ് ആയിരിക്കണം. ടൈമിലി ഇൻഫർമേഷന് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ അക്കൗണ്ടിങ് സിസ്റ്റവും ഷുഡ് പ്രൊവൈഡ് ദി കറക്റ്റ് ഓർ ആക്യുറേറ്റ് ടൈമിലി ഇൻഫർമേഷൻ ഫോർ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ അക്കൗണ്ടിങ് സിസ്റ്റം എന്തായിരിക്കണം? അത് ആക്യുറേറ്റ് ആയിരിക്കണം. ദെൻ മോട്ടിവേറ്റഡ് സ്റ്റാഫ്. മെമ്പേഴ്സ് ഓഫ് സ്റ്റാഫ് ഷുഡ് ബി സ്ട്രോങ്ലി മോട്ടിവേറ്റഡ് ടു അച്ചീവ് ഗോൾസ്. സ്റ്റാഫിനെയൊക്കെ എന്ത് ചെയ്യണം? നന്നായിട്ട് ഇൻഫോം ചെയ്യണം, ബഡ്ജറ്റിനെ കുറിച്ചിട്ട് അവർ അവെയർ ആയിരിക്കണം, എന്നിട്ട് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കണം. അങ്ങനെ സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്യൽ എസെൻഷ്യലാണ്. ദെൻ മിനിമം കോസ്റ്റ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് ദ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം ഷുഡ് ബി ലോവർ ദാൻ ഇറ്റ്സ് ബെനിഫിറ്റ്. അതിൻ്റെ ബെനിഫിറ്റിനെക്കാട്ടിലും കോസ്റ്റ് എന്തായിരിക്കണം? മിനിമം ആയിട്ട് ബഡ്ജറ്റ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അത് കോസ്റ്റ് മിനിമൈസ് ചെയ്തിട്ട്. ദെൻ ഫ്ലെക്സിബിലിറ്റി. ദ ബഡ്ജറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ടു പെർമിറ്റ് റിവിഷൻ വിത്ത് ചേഞ്ചിങ് സർക്യൂംസ്റ്റാൻസസ്. സിറ്റുവേഷൻ അനുസരിച്ച് എന്തെങ്കിലും സർക്യൂംസ്റ്റാൻസസ് അൺഎക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള തിങ്സ് വന്നു കഴിഞ്ഞാൽ ചേഞ്ചസ് വരുത്താൻ കഴിയുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പം ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് വേണം, എക്സിക്യൂട്ടീവ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ വേണം, ഓർഗനൈസേഷൻ ഗോൾ ഷുഡ് ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം. അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഷുഡ് ടൈംലി കറക്റ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. മോട്ടിവേറ്റഡ് സ്റ്റാഫിന് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യപ്പെടണം, മിനിമം കോസ്റ്റ് കൊടുക്കണം, ദെൻ ഫ്ലെക്സിബിലിറ്റി ആയിരിക്കണം. ഓക്കെ.